ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഖീറാണ്. നാളെയാണ് ഗുജറാത്തിൽ ജന്മാഷ്ടമി. നാട്ടിൽ ജന്മാഷ്ടമി എന്നാന്ന് എനിക്കറിയില്ല, പക്ഷേ ഗുജറാത്തിലൊക്കെ നാളെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരം ഖീർ ഉണ്ടാക്കും. അത് ഈ ഇതാണ് സാധനം, മഖാണ. മഖാണ എന്ന് ഇതിനെ പറയണേ കണ്ട. നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മഖാണ. അത് ഞാനിവിടെ കുറച്ച് നെയ്യിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണം. പാല് തിളച്ചുകൊണ്ടിരിക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. കുറച്ച് പായസേ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ഇതിൽ ഞാൻ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനുണ്ടല്ലോ ഈ മഖാണ തന്നെ ഗീയിൽ സോക്ക് ചെയ്ത മഖാണയും കുറച്ച് കാജൂസും ആൽമണ്ട്സും കൂടി പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മഖാണ പൗഡർ ഇട്ടൊന്ന് തിളച്ച് കുറുതായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഗീയിൽ സോട്ട് ചെയ്ത മഖാണ ഇതിൽ ആഡ് ചെയ്യാം. കുറച്ച് കാജൂസും ആൽമണ്ട്സും കുറച്ച് ഗ്രേപ്സും കൂടിയിട്ട് ഞാൻ ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കണതാണ്. ഇതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ മഖാണയൊക്കെ മിൽക്കിലേക്ക് നല്ലോണം മെൽറ്റായി കണ്ട കുറുകിയൊരു പിങ്കിഷ് നിറമൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത് സർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ഖീർ സർവിങ് ബൗളിലേക്ക് ഞാൻ പകർത്തി. ഇനി നമുക്ക് കുറച്ച് സാഫ്രോൺ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. കൂടാതെ നമുക്ക് കുറച്ച് റോസ് പെറ്റൽസും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഖീർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. ഞങ്ങളിവിടെ നാളെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.